അങ്ങനെ 1960 ഇലക്ഷന് ശേഷം പിന്നീട് ഇലക്ഷൻ നടന്നത് 1965 ഈ 5 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് ശേഷം ഈ ഇലക്ഷൻ നടക്കുന്നു. കേരളത്തിൽ ഒന്നായിരുന്ന പ്രധാന 2 പാർട്ടികൾ, പ്രമുഖ 2 പാർട്ടികൾ പിളർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI CPIM എന്നും കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്നും പാർട്ടികളായി മാറിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ പ്രധാനമായും മത്സരത്തിന് 4 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചോദ്യം, ഇവരിൽ ആര് കേമൻ എന്നായിരുന്നു. ഒടുവിൽ 1965 ഇലക്ഷൻ റിസൾട്ട് വന്നു. ഏറെ പ്രതീക്ഷകളും ഒരുപാട് നേതാക്കന്മാരും ഉണ്ടായിരുന്ന CPI നിലം തൊടാതെ തോറ്റു. CPI തോറ്റു. അങ്ങനെ CPM എന്ന പാർട്ടി വിസ്മയകരമായ വിജയം കൈവരിക്കുന്നു. CPMനെ വകവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രമുഖ നേതാക്കളെ തടവിലാക്കി. ജയിലിന് പുറത്തുണ്ടായിരുന്നത് EMS മാത്രമായിരുന്നു. EMSന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ബുദ്ധിരാക്ഷസനും പ്രവർത്തിച്ച് അതിൻ്റെ നേർക്കാഴ്ചയാണ് CPM കൈവരിച്ച ഈ വൻ വിജയം. CPMന് 40 സീറ്റ് കിട്ടിയപ്പോൾ CPI നേതാക്കന്മാർ കൂടുതലുള്ള CPIക്ക് കിട്ടിയത് വെറും 3 സീറ്റും. കോൺഗ്രസിന് 36 സീറ്റും കേരള കോൺഗ്രസിന് 25 സീറ്റും കിട്ടി. അതായത് അവർ ഏകദേശം തുല്യം പോലെ പറയാം. ലീഗിന് 11 സീറ്റും കിട്ടി. അങ്ങനെ CPMന്റെ കാര്യത്തിലാണ് നിയമസഭയിൽ 73 സീറ്റിൽ CPM മത്സരിച്ചു. അതിൽ 39 പേരും ജയിലിലായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് പലർക്കു വേണ്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണം CPMന്റെ സ്ഥാനാർത്ഥികൾ, ജയിലിൽ കിടക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് വീട്ടുകാരും സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷെ സംഭവം എന്തോ ആയാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ 1965 ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് R. ശങ്കറാണ്. R. ശങ്കർ അപ്പം കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ജയിക്കാൻ അദ്ദേഹമാണ് എന്തുകൊണ്ടും എല്ലാവരും കരുതിയിരിക്കുന്നത്. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച, പക്ഷേ ജയിലിൽ കിടന്നാണ് ഇദ്ദേഹത്തിന്റെ എതിരാളി മത്സരിച്ചത്. ആ എതിരാളി എന്ന് പറയുന്നത് കെ അനിരുദ്ധനാണ്. കെ അനിരുദ്ധൻ എന്ന് പറയുന്നത് ഈ ആറ്റിക്കൽ MP ആയിരുന്ന സമ്പത്തിന്റെ പിതാവാണ്. ഇദ്ദേഹം ജയിലിൽ കിടന്നാണ് മത്സരിച്ചത്. അങ്ങനെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന പേരിട്ട് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് ദിവാകരൻ എന്ന കലാകാരൻ അന്ന് പ്രചാരണത്തിന് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അത് വലിയ പബ്ലിസിറ്റിയും വലിയ പ്രസിദ്ധിയും ഒക്കെ നേടിയിരുന്നു. എന്തു വന്നാലും 1965 ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് എന്തു പറ്റി? ആർക്കും ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. CPIയിൽ നിന്നും തോറ്റ പ്രമുഖരാരൊക്കെയാണ്? TV തോമസ്, VR കൃഷ്ണയ്യർ ഒക്കെ തോറ്റു. മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിലെ R. ശങ്കർ തോറ്റു. അത് നമ്മളിപ്പം പറഞ്ഞു. VS അച്യുതാനന്ദൻ അമ്പലപ്പുഴയിൽ മത്സരിച്ച് CPMൽ നിന്നും തോറ്റു. CPMൽ നിന്നും അന്ന് തോറ്റത്, CPMൽ അന്ന് പൊതുവെ എല്ലാവരും ജയിച്ചു. VS അച്യുതാനന്ദൻ CPMൽ നിന്നാണ്, CPMന്റെ കൂടെ ആയിരുന്നു. പുള്ളി അമ്പലപ്പുഴയിൽ തോറ്റു. K. കരുണാകരൻ വിജയിച്ചു. അങ്ങനെ കേരള കോൺഗ്രസിൽ നിന്നും മാണിയൊക്കെ വിജയിച്ചു. ഇപ്പോൾ വഴുതക്കാട് RSP ടിക്കറ്റിൽ നിന്നും ജയിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഭാസ്കരൻ നായർ. അദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അടൂർ ഭാസിയാണ് വഴുതക്കാട് RSP ടിക്കറ്റിൽ നിന്ന് മത്സരിച്ചത്. ഇനി 1965 പൊതു തെരഞ്ഞെടുപ്പിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് CPIMന്റെ ഒരു P. ഗോപാലനായിരുന്നു. തലശ്ശേരിയിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഇദ്ദേഹം ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. അല്ല, VR കൃഷ്ണയ്യരെയാണ് തലശ്ശേരി. EK നായർ ആദ്യത്തെ മന്ത്രിസഭയിലില്ല. ഓക്കെ. അപ്പം ഇയാള് VR കൃഷ്ണയ്യരെയാണ് തലശ്ശേരിയിൽ വെച്ച് 1965 CPMന്റെ P. ഗോപാലൻ തോൽപ്പിച്ചത്. ഇതുപോലെ 1965 ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ
നിയമസഭാ രൂപീകരണം നടന്നില്ല. ഈ തെരഞ്ഞെടുപ്പില് നാട്ടിക എന്ന് പറഞ്ഞ തൃശ്ശൂര നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടത് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാര്? ക്ലൂ, ആദ്യമായി ഒരു മലയാള ചലച്ചിത്രത്തിന് ദേശീയ തലത്തിൽ സുവർണ ചകോരം രാമു കാര്യാട്ടാണ് ഓക്കെ ഇത് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ 1965 ഇടത് പിന്തുണയോടെ ജയിച്ചത്. അങ്ങനെ കേരളത്തിലെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് വീണ്ടും പ്രസിഡന്റ് ഭരണം. വിധി വന്ന 1 മാസത്തിന് ശേഷം സഭ പിരിച്ചുവിട്ടു. തുടർന്ന് 2 വർഷം കേരളം രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിൽ വന്നു. വിഘടിച്ച പാർട്ടികളിൽ ആരാണ് കേരളം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ഒരു സൂചിക മാത്രമായിരുന്നു ഈ ഇലക്ഷൻ. ഇലക്ഷന് ശേഷം EMS മുന്നണിക്ക് വേണ്ടി ചരട് വലിച്ചെങ്കിലും അത് ഒന്നും നടന്നില്ല. അവിടെ വിനയായത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന CPIയുടെ നിലപാടായിരുന്നു. 2 വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിൽ പക്ഷിക്ഷാമമായിരുന്നു പ്രധാന വിഷയം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1967 ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്ക് EMS എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ബുദ്ധിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഇലക്ഷനിലാണ് നമുക്ക് ഇപ്പോഴത്തെ പല വ്യക്തികൾക്ക് സുപരിചിതമായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കൾ, ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, അത്തരത്തിലുള്ള നേതാക്കളെല്ലാം ഉയർന്നു വരുന്നത്.